ബ്രേക്കപ്പ്. രചന മരിയ ജോൺസൺ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നുഞ്ഞേരി. ചേട്ടാ വലത്തോട്ടല്ലേ? ഓട്ടോക്കാരനാണ്. അമ്മയുടെ നെഞ്ചിലേക്ക് വീണ് കിടക്കുന്ന എന്നെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു. ആ അതെ, മോൾക്ക് എന്ത് പറ്റിയതാ? ഓട്ടോ ഓടിക്കുന്ന ആളുടെ ചോദ്യങ്ങൾ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് മുഖത്ത് കാണിച്ചില്ല. ചെറിയൊരു പനി. അമ്മയാണ് അതിനുള്ള മറുപടി നൽകിയത്. ആ ഇപ്പോഴത്തെ പനിയൊക്കെ സൂക്ഷിക്കണം, കൊറോണയുടെ കാലമല്ലേ, ആർക്കെപ്പോഴെന്താ വരിക എന്ന് പറയാൻ പറ്റില്ല. അച്ഛൻ അതിന് മറുപടിയായിട്ടൊന്ന് മൂളി. പോകുന്ന വഴിയിൽ വെച്ച് ദിവാകരനച്ഛനെ കണ്ടതും അച്ഛൻ ഓട്ടോ നിർത്താൻ പറഞ്ഞു. ദിവാകരനച്ഛൻ ഓട്ടോയിലിരിക്കുന്ന എന്നെ ഒന്ന് പാളി നോക്കി അച്ഛനോട് കാര്യം തിരക്കി. അപ്പോഴും വാടിയ ചേമ്പിലത്തണ്ട് പോലെ അമ്മയുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് ഞാൻ കിടന്നു. മനസ്സിൽ സങ്കടങ്ങൾ കൂടി വന്നു. അച്ഛൻ തിരികെ ഓട്ടോയിൽ കയറിയതും അത് മുൻപോട്ട് കുതിച്ചു. അധികം വൈകാതെ എന്റെ വീട്ടുമുറ്റത്തെത്തി. സാമാന്യം തെറ്റില്ലാത്തൊരു കൊച്ചു വീട്. ചുറ്റിനും ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മോളെ എഴുന്നേൽക്ക്, വീടെത്തി. മോളെ, അമ്മ എന്റെ കവിളിൽ തട്ടി വിളിച്ചു. ഞാൻ പതിയെ കണ്ണു തുറന്നു. ഓട്ടോയിൽ നിന്നിറങ്ങി ചുറ്റിനും ഒന്ന് കണ്ണോടിച്ചു. എന്തോ ഇന്ന് എല്ലാത്തിനും ഒരു പുതുമ പോലെ. അപ്പോഴേക്ക് അച്ഛൻ ഓട്ടോ കാശ് കൊടുത്തു. ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു പോയി. മോളെ, നീ എന്താ നോക്കുന്നേ? കയറി വാ. വാതിൽ തുറന്ന അമ്മ വീടിനുള്ളിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. ഓരോ പടികൾ കയറുമ്പോഴും മനസ്സിൽ ഒരേ ചിന്തയായിരുന്നു, രണ്ടാം ജന്മം. ആ വാക്ക് മനസ്സിൽ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. മോളെ, നീ കുറച്ചു നേരം മുറി പോയി കിടക്ക്, അമ്മ കഴിക്കാൻ കഞ്ഞി കൊണ്ടുവരാം. അതിന് മറുപടിയായി ഒന്ന് മൂളി മുറിയിലേക്ക് ഞാൻ നടന്നു. ഇന്ന് ഈ 4 ചുമരുകൾ എന്നോട് പരിഭവം പറഞ്ഞ പോലെ എനിക്ക് തോന്നി. അപ്പോഴാണ് ബെഡിൽ കിടക്കുന്ന ഫോൺ കണ്ടത്. ഫോൺ ഓണാക്കിയതും പ്രിയയുടെ കോളെത്തി. കോൾ അറ്റൻഡ് ചെയ്തു. അവളുടെ ശകാരവാക്കൾ കേട്ടപ്പോൾ മനസ്സിൽ സങ്കടവും ഒരു തെല്ല് സന്തോഷവും തോന്നി. എന്റെ നഷ്ടത്തെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരുവൾ കൂടി ഉണ്ടല്ലോ എന്ന് ഓർത്ത് അവളെ സമാധാനിപ്പിച്ച് ഫോൺ വെച്ചതും മറ്റൊരു കോൾ എന്നെ തേടിയെത്തി. സ്ക്രീനിൽ പേര് തെളിഞ്ഞതും എന്തിനോ എന്റെ കണ്ണു നിറഞ്ഞു. ചാടിക്കയറി കോൾ എടുത്തു. പക്ഷെ എന്റെ പ്രതീക്ഷകളെ തച്ചുടക്കുന്നതായിരുന്നു അവിടുന്നുള്ള പ്രതികരണം. നീ ചത്താൽ എനിക്ക് ഒന്നുമില്ല, നീ പോയാൽ നിനക്കേ ഉള്ളൂ. എടലോ, നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം ഒരുപാടുണ്ട്. നമ്മുടെ പ്രായം, പിന്നെ ജാതി, അത് മാത്രമാണോ? എനിക്ക് നല്ലൊരു ജോലിയുണ്ടോ? പറയടി. നീ നാളെ പഠിച്ച് നല്ലൊരു ജോലി മേടിക്കും. അപ്പൊ നീ തന്നെ പറയും എന്നെ വേണ്ടാന്ന്. ഇല്ലെന്ന് പറയാൻ നിനക്ക് പറ്റുമോ? പറ്റുമോടി? ഞാനെല്ലാം മൂളി കേട്ടു. തിരിച്ചെന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് കോള് കട്ടാക്കി പോയി. ചേട്ടായി പറഞ്ഞ ഓരോ വാക്കുകളും കേട്ടപ്പോൾ ചങ്ക് പൊട്ടിപ്പോവുകയായിരുന്നു. അനുസരണയില്ലാതെ കണ്ണുകൾ നിറഞ്ഞൊഴി. ജനൽപ്പാളികൾ പതിയെ തുറന്നു. വിളിക്കാതെ വന്ന അതിഥിയെപ്പോൾ ഒരു ഇളങ്കാറ്റെന്നെ തഴുകി കടന്നുപോയി. കണ്ണുകൾ പതിയെ അടഞ്ഞു. ഓർമ്മകൾ ഒരു കുപ്പിച്ചില്ല് പോലെ എന്റെ ഹൃദയം തുളച്ചു കയറി. 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രഭാതം. ഈ വീണേ, വാണി, വസുദേ, കിച്ചു, എഴുന്നേറ്റ്. അമ്മ രാവിലെ തന്നെ കാഹളം മുഴക്കിയിട്ടുണ്ട്. ദേ പിള്ളേരെ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. സ്കൂളിൽ പോകേണ്ട പിള്ളേരെ നിങ്ങൾക്ക് പോത്തുപോലെ കിടന്നുറങ്ങോ? പറഞ്ഞു മനുഷ്യന്റെ വായിൽ വെള്ളം പറ്റി. പിള്ളേരെ നിങ്ങൾ എഴുന്നേക്കുണ്ടോ? അതോ ഞാൻ ചട്ടുകം പഠിപ്പിച്ച് വെക്കണോ? അമ്മ പ്ലീസ്, ഒരു 5 മിനിറ്റ് കൂടി. എന്റെയാണ് കേട്ടോ ഈ അശരീരി. കേട്ടിക്കാൻ പ്രായമായി, എന്നിട്ട് അവിടെ ഒരു കൊഞ്ചല്. പോത്തു പോലെ കിടന്നുറങ്ങിക്കോളും 4 എണ്ണം. സമയം 7:30 പിള്ളേരെ. സീതേ, ഒരു ചായ. പുറത്തെ കോലായിൽ നിന്നുള്ള അച്ഛന്റെ ശബ്ദമാണ്. ദാ ഇപ്പൊ കൊണ്ടുവരാം. അതും പറഞ്ഞ അമ്മ കയ്യിലുള്ള ചട്ടും കൊണ്ട് 4 എണ്ണത്തിന് ഓരോ തല്ല് തന്നിട്ട് അടുക്കളയിലേക്ക് ഓടി. ഒരു ഞെരുക്കത്തോടെ ഞാൻ മുഖത്ത് നിന്ന് ബെഡ്ഷീറ്റ് മാറ്റി കണ്ണൊന്ന് തിരുമ്മി ചുറ്റിനെ നോക്കി. കടപ്പുറത്ത് ചാളാട്ടിയിട്ട പോലെ 3 എണ്ണം കിടന്നുറങ്ങുന്നു. എന്തോ എനിക്കത് പിടിച്ചില്ല. നൈസായിട്ട് ഒരു ചവിട്ട് കൊടുത്തു. 3 എണ്ണം ചക്ക വെട്ടിയിട്ട പോലെ നിലത്തേക്ക് വീണു. അവര് താഴെ നിന്ന് എഴുന്നേറ്റ് വരാനുള്ള ഗ്യാപ്പിൽ ഞാൻ കുളിമുറിയിൽ കയറി. എന്തൊരു ആശ്വാസം. അപ്പോഴും പുറത്തു നിന്ന് എന്റെ ഇളയതിങ്ങൾ രാവിലെ തന്നെ എന്നെ തെറി അഭിഷേകം നടത്തുന്നുണ്ട്. ഇതൊക്കെ എത്ര കേട്ടിരിക്കുന്നു. അല്ല പിന്നെ പറയാൻ പറഞ്ഞു, എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാൻ വീണ 7ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്നു. ഇന്നാണ് സ്കൂൾ തുറക്കുന്നത്. അതിന്റെ ബഹളാട്ടോ നേരത്തെ കേട്ട്. വീട്ടിൽ അച്ഛനമ്മയും 2 അനിയത്തിമാരും ഒരു അനിയനും. നേരത്തെ അമ്മ പേര് വിളിച്ച് കേട്ടില്ലേ, അത് തന്നെ. വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്ത ഒരു ഇടത്തരം കുടുംബം, പക്ഷെ സ്നേഹത്തിന് ഒട്ടും കുറവില്ല. അങ്ങനെ രാവിലെ ഗുസ്തി പിടുത്തവും ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഇളയതിങ്ങളെയും കെട്ടിവലിച്ച് സ്കൂളിലേക്ക് ഓടി. ബെല്ലടിച്ചവൻ ക്ലാസ്സിൽ കയറി. നമ്മുടെ ചങ്ക് കൂട്ടുകാരീസ് കൂടെ ഉണ്ട്. ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ഒന്നിച്ച. പൂർണിമ, ആരതി, പിന്നെ ഞാൻ. ഇതാണ് നമ്മുടെ ടീം. അവരെ കണ്ട് 2 മാസം കാണാതിരുന്ന കഥയൊക്കെ പറഞ്ഞു തുടങ്ങി. പിന്നെ എല്ലാ ദിവസവും ഇത് തന്നെയായിരുന്നു, വഴക്കിടലും സ്വറവറച്ചിലും. അങ്ങനെ ക്ലാസ് തുടങ്ങി. 2 മാസം കഴിഞ്ഞു. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് പോകുന്ന വഴി ഒരു ബൈക്കാരൻ വന്ന് എന്നെ ഇടിച്ചു. കാര്യമായിട്ടൊന്നും പറ്റിയില്ല, പക്ഷെ കൈ ചെറുതായിട്ട് മുറിഞ്ഞു. ആള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചു. വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് കടന്നു. ആള് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് മുഖം ശരിക്കും കാണാനും പറ്റിയില്ല. വീട്ടിൽ വന്നപ്പോൾ അമ്മ കുറേ ദേഷ്യപ്പെട്ടു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ആ ചേട്ടൻ വന്ന് എന്നോട് സോറി പറഞ്ഞു. പുള്ളി അറിയില്ലെങ്കിലും പുള്ളിയുടെ ബൈക്ക് ഞാൻ നോട്ട് ചെയ്തിരുന്നു. ഞാൻ പക്ഷെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എല്ലാം ഒന്ന് മൂളിക്കേട്ട് നടന്നുപോയി. പിന്നെ അടുപ്പിച്ച് കുറേ ദിവസം ആ ചേട്ടനെ വഴിയരികിൽ കണ്ടു. എന്തോ വീണ്ടും കാണാനൊരാഗ്രഹം തോന്നി. ഞാൻ ഈ കാര്യം നമ്മുടെ സംഘത്തികളോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ ഒരു ഇൻഫാക്ച്വേഷൻ ആണെന്ന്. ഞാനത് ശരിവെച്ചു. പിന്നെ ആ ചേട്ടനെ പറ്റി അധികം ഓർത്ത് തലവുണ്ണാക്കിയില്ല. ദിവസങ്ങൾ പഴയ പോലെ അടിച്ചു പൊളിച്ച് നടന്നുപോയി.
അങ്ങനെ 9ാം ക്ലാസ്സിലേക്ക് കയറി. ആ ചേട്ടനെ പിന്നെയും കാണാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മൈൻഡ് ചെയ്തില്ല, കാണാത്ത മട്ടിൽ നടന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ആ ചേട്ടൻ വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇതിനിടയിൽ ആ ചേട്ടന്റെ പേര് റാം എന്നാണെന്ന് ഞാൻ അറിഞ്ഞു. ചേട്ടൻ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞെങ്കിലും ഞാനത് കാര്യമാക്കിയില്ല. കൂട്ടുകാർ പറഞ്ഞ പോലെ ചേട്ടനൊരു ഇൻഫാക്ച്വേഷൻ ആയിക്കൂടെ. പിന്നെ വരാനിരിക്കുന്ന പബ്ലിക് എക്സാം ആയിരുന്നു അതിലേറെ പ്രധാനം. വർഷം ഒന്ന് കഴിഞ്ഞു. 10ാം ക്ലാസ്സിലെ വലിയ പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വരാനായി കാത്തിരിക്കുന്ന സമയം. വീടിന്റെ വരാന്തിൽ കൂടി പാട്ടും കേട്ടുകൊണ്ട് ചുമ്മാ തലങ്ങും വിലങ്ങും നടക്കുമ്പോഴാണ് നമ്മുടെ ഹെൽമെറ്റ് ഏട്ടൻ എൻ്റെ വീടിന്റെ മുൻവശത്തെ റോഡിൽ കൂടി ബൈക്കിൽ പോകുന്ന കണ്ടത്. ഞാൻ പെട്ടെന്ന് ഓർത്ത് ഇനി ഇത് ഞാൻ എന്നെ കാണാൻ വേണ്ടി എൻ്റെ വീട് തപ്പി പിടിച്ച് വന്നതാണോന്നാ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പുള്ളിയുടെ വീട് എൻ്റെ വീട് കഴിഞ്ഞ് കുറച്ചും കൂടെ പോയാൽ മതിയെന്ന്. മനസ്സിൽ വീണ്ടും ആ പഴയ ഇഷ്ടം ചെറുതായി പൊട്ടിമുളച്ചെങ്കിലും ഇത്തവണ ആരോടും പറഞ്ഞില്ല. അങ്ങനെ കാത്തിരുന്ന് റിസൾട്ട് വന്നു. ഭാഗ്യത്തിന് എല്ലാ വിഷയത്തിനും പാസ്സായി. നമ്മുടെ ടീം എല്ലാവരും ഒരു സ്ഥലത്തിൻ്റെ +1 അപ്ലൈ ചെയ്തു. പക്ഷെ അലോട്ട്മെന്റ് വന്നപ്പോൾ 3 പേർക്ക് 3 ജില്ലയിലാണ് കിട്ടിയത്. വല്ലാത്ത സങ്കടമായി. മാറ്റി കിട്ടാൻ വേണ്ടി നോക്കിയെങ്കിലും നടന്നില്ല. പിന്നെ കിട്ടിയത് കളയണ്ടെന്നോർത്ത് അവിടെ ജോയിൻ ചെയ്തു. പാവം ഞാൻ അവളുമാരില്ലാതെ ആകെ ഒറ്റപ്പെട്ടു. +1 ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പോഴേക്കും സ്കൂളിൽ 10 വരെ എൻ്റെ കൂടെ പഠിച്ച ഒരു കൊച്ചു സ്കൂൾ മാറി എൻ്റെ ക്ലാസ്സിൽ വന്നു. ആദ്യം ചെറിയൊരു അടുപ്പമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും പിന്നീട് ഞങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സായി മാറി. അവളോട് ഞാൻ ചേട്ടയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അവൾ നിർബന്ധിച്ചപ്പോൾ ചേട്ടായിയുടെ മനസ്സിൽ ഒളിപ്പിച്ച സ്നേഹം തുറന്നു പറഞ്ഞു. പിന്നെ അവിടുന്ന് പ്രണയം പൂക്കുന്ന ദിവസങ്ങളായിരുന്നു. പോകുന്ന വഴിക്കാണ് ചേട്ടായിയുടെ വീട്. ക്ലാസ് കഴിഞ്ഞ് മിക്കവാറും എല്ലാ ദിവസവും അവിടുന്ന് ചേട്ടായിയുടെ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പതിയാണ് വീട്ടിലേക്ക് പോകുന്നത്. ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെയായി ഞങ്ങളുടെ പ്രണയം മുമ്പോട്ട് പോയി. ഒരു ദിവസം ചേട്ടായി എന്നെ കാണാൻ സ്കൂളിനടുത്തുള്ള കഫ്റ്റീരിയയിൽ വന്നു. ചേട്ടായിയുടെ കൂടെ ചേട്ടായിയുടെ അമ്മാവൻ്റെ മകൻ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ ബെസ്റ്റി സ്വാതി. കുറേ നേരം സംസാരിച്ച ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് മുതൽ സ്വാതിക്ക് ഭയങ്കര മൂഡ് ഓഫ്. ഞാൻ അവളോട് കാര്യം തിരക്കി. ആദ്യം അവൾ ഒഴിഞ്ഞു മാറിയെങ്കിലും ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അവൾ എൻ്റെ അമ്മയുടെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, ഡി എനിക്ക് നിന്റെ ചേട്ടായിയുടെ അനിയനെ ഇഷ്ടമാണ്. എൻ്റെ ദൈവമേ! കേട്ടത് വിശ്വസിക്കാനാവാതെ ഒരു നിമിഷം ഞാൻ നെഞ്ചിൽ കൈവച്ച് പോയി. എൻ്റെ പകുതി ജീവൻ പോയി. ചേട്ടായി അന്ന് വൈകുന്നേരം ഇടവഴിയിൽ വെച്ച് കണ്ടുവെങ്കിലും ഞാൻ ചേട്ടായിയോട് അവൾ പറഞ്ഞൊന്നും പറഞ്ഞില്ല. എന്തോ എനിക്ക് പറയാൻ തോന്നിയില്ല. ചേട്ടായി എന്തു പറയുന്ന ഓർത്തപ്പോൾ ഒരു പേടി. വീണ്ടും 1 വർഷം കടന്നുപോയി. അങ്ങനെ ഞാൻ +2 ഇതാണ് ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് എന്നൊക്കെ അച്ഛൻ പറഞ്ഞു. ഞാനും തലയാട്ടി സമ്മതിച്ചു. സ്കൂളിലെ ഓരോ വിശേഷങ്ങളും ഞാൻ അമ്മയോട് പറയും. പക്ഷേ ചേട്ടായിയോടുള്ള ഇഷ്ടം മാത്രം പറഞ്ഞില്ല. എന്തോ ഒരു പേടി. മനസ്സിലൊരു കുറ്റബോധം ഉണ്ടെങ്കിൽ കൂടി അറിഞ്ഞു കഴിഞ്ഞുള്ള പ്രതികരണത്തെ പേടിച്ച് ഞാനെല്ലാം ഉള്ളിലൊതുക്കി. ഇതിനിടയ്ക്ക് സ്വാധിച്ചെന്ന് ചേട്ടായിയുടെ കസിനോട് അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിതൊന്നും അറിഞ്ഞില്ല. അവൾ എന്നോട് തൊട്ട് പറഞ്ഞുമില്ല. കസിൻ പക്ഷെ അവളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. സ്വാതിയാണെങ്കിൽ ആ ചെക്കനെ മതി എന്ന് പറഞ്ഞായിരുന്നു നടപ്പ്. എന്നിട്ട് അവൻ നോ പറഞ്ഞുകൊണ്ട് മരിക്കാൻ വരെ നോക്കി. അന്നാണ് ഞാനിതെല്ലാം അറിയുന്നത്. ആളുടെ വീട്ടിലൊക്കെ ആകെ സീനായി. ചേട്ടായി ഈ കാര്യമൊക്കെ അറിഞ്ഞാൽ പിന്നെ എന്നോട് മിണ്ടാതെയായി. ചേട്ടായി വിചാരിച്ച് എല്ലാം ഞാനും കൂടി അറിഞ്ഞിട്ടുള്ള പരിപാടി എന്നാണ്. അങ്ങനെ വിചാരിച്ചാലും തെറ്റു പറയാൻ പറ്റില്ല. കാരണം സ്വാതി എൻ്റെ ബെസ്റ്റിയല്ലേ. ഞാനൊരു തെറ്റും ചെയ്യാതിരുന്നിട്ട് കൂടി ചേട്ടായി എന്നോട് ദിവസങ്ങളോളം മിണ്ടാതിരുന്നു. സ്വാതി കാര്യമൊക്കെ അറിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാതെ സങ്കടമായി. പിന്നെ അവൾ തന്നെ ചേട്ടായിയോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. സ്വാതി പറഞ്ഞു കേട്ടപ്പോൾ ചേട്ടായിക്കും ആകെ സങ്കടമായി. പിന്നെ എന്നോട് വന്ന് മിണ്ടി. +2 എക്സാമൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഭാഗ്യത്തിന് എല്ലാ വിഷയത്തിനും പാസ്സായി. ഒരുവിധം തട്ടിയും മുട്ടിയും ജയിച്ചു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അഡ്മിഷന് ഞാനും സ്വാതി ഒരുമിച്ചൊരു കോളേജിലാണ് വെച്ചത്. 2-3 മാസം കഴിഞ്ഞപ്പോൾ ക്ലാസ് തുടങ്ങി. അടിപൊളി കോളേജായിരുന്നു. കോളേജ് തുടങ്ങിയിട്ട് ഒത്തിരി വർഷമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അധികം കുട്ടികളൊന്നുമില്ലായിരുന്നു ക്ലാസ്സിൽ. കോളേജിലേക്ക് പോകുമ്പോൾ ഞാൻ ഒറ്റക്കാണ്. അതുകൊണ്ട് തന്നെ രാവിലെ പോകുമ്പോൾ ചേട്ടായി കൂടെ കാണും. ഓരോന്നും സംസാരിച്ച് ഞങ്ങൾ പതിയെ നടക്കും. ക്ലാസ് തുടങ്ങി 2 മാസമായിട്ടും സ്വാതിയെ കണ്ടേയില്ല. എന്തു പറ്റിയെന്നോ എന്താ വരാത്തെന്നൊന്നും അറിയില്ല. വിളിച്ചിട്ടോട് കിട്ടിയതുമില്ല. എപ്പോൾ വിളിച്ചാലും സ്വിച്ച് ഓഫ്. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം 7 മണിയായി കാണും. സ്വാതി ഫോണിലേക്ക് വിളിച്ചു. അപ്പോഴേക്ക് ഫ്രണ്ട്സിനെ വിളിക്കാൻ മാത്രമായി ഒരു കുഞ്ഞ് നോക്കിയ ഫോൺ ഉണ്ടായിരുന്നു. മിക്കപ്പോഴും അത് അമ്മയുടെ കയ്യിൽ തന്നെയാണ്. സ്വാതി വിളിച്ചപ്പോൾ അമ്മയാണ് ഫോൺ എടുത്തത്. അവൾ ഞാനാണെന്ന് കരുതി അമ്മയോട് ചോദിച്ചു, നിന്റെ ചേട്ടായി വിളിക്കാറുണ്ടോടി? എൻ്റെ അമ്മയുടെയും ശബ്ദം ഏതാണ്ട് ഒരുപോലെ ആയതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായതുമില്ല. ഞാനപ്പോൾ കുളിക്കുകയായിരുന്നു. കുളി കഴിഞ്ഞിറങ്ങിയാൻ കാണുന്നു ഫോണും പിടിച്ച് കളിപ്പിച്ച് എന്നെ നോക്കുന്ന അമ്മയാണ്. അമ്മ എന്നെ തുറിച്ചു നോക്കി. എന്നിട്ട് ചോദിച്ചു, ഏത് ചേട്ടായിയുടെ കാര്യം സ്വാതി പറഞ്ഞേ? ഞാനാകെ പേടിച്ചു. ഇന്നത്തോടെ എല്ലാം അവസാനിക്കാൻ തോന്നി. പക്ഷെ പെട്ടെന്നൊരു ബുദ്ധി തോന്നിയൊരു കള്ളം തട്ടിവിട്ടു. എനിക്കൊരു കസിൻ ചേട്ടനുണ്ട്. പുള്ളിക്ക് എൻ്റെ എല്ലാ കാര്യവും അറിയാം. ഞാനും ചേട്ടായിട്ടുള്ള അടുപ്പം പോലും അത്രയ്ക്ക് ക്ലോസ് ആണ് ഞങ്ങൾ. പെട്ടെന്ന് എല്ലാ ചേട്ടൻ്റെ തലയിൽ കൊണ്ടിട്ടു. അങ്ങനെ ഒരുവിധ ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. കോളേജ് തുടങ്ങി 4 മാസമായതും ഫസ്റ്റ് സെം എക്സാം എത്തി. ഈ സമയത്താണ് ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം. ഞങ്ങളുടെ കോളേജ് അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ തൊട്ടടുത്താണ്. അതുകൊണ്ട് തന്നെ ഉത്സവത്തിൻ്റെ സമയത്ത് കോളേജ് അവധിയാണ്. അടിച്ചു പൊളിക്കാൻ 10 ദിവസം കിട്ടും. പക്ഷെ ഉത്സവത്തിൻ്റെ അവസാന ദിവസം മാത്രമേ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകും. അന്ന് ശരിക്കും പറഞ്ഞാൽ അടിച്ചു പൊളിക്കും. പിന്നെ ചേട്ടായി ഉണ്ടാവും ഉത്സവപ്പറമ്പിൽ.
അമ്മയൊക്കെ കടയിൽ പോയി ഓരോ സാധനങ്ങൾ വാങ്ങുന്ന സമയം നോക്കി ഞാൻ എൻ്റെ കസിൻ ചേട്ടൻ്റെ അടുത്ത് പോകും. പിന്നെ ഞങ്ങൾ പിള്ളേര് സെറ്റെല്ലാം ഒന്നിച്ച് നടക്കും. ഞാൻ പിന്നെ കഷ്ടപ്പെട്ട് ഒരുവിധം കസിൻ ചേട്ടൻ്റെ കാല് പിടിച്ച് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ചേട്ടായിയുടെ അടുത്ത് പോകും. ചേട്ടായിയുടെ കൈയും പിടിച്ച് ഉത്സവപ്പറമ്പ് മുഴുവൻ കറങ്ങി നടക്കും. സത്യം പറഞ്ഞാൽ ഇത്രയും സന്തോഷിച്ച നിമിഷങ്ങൾ വേറെയില്ല. അങ്ങനെ ഫസ്റ്റ് സെം റിസൾട്ട് വന്നു. കഷ്ടകാലം എന്ന് പറയട്ടെ, അതിനൊരു സബ്ജക്റ്റ് പോയി. അപ്പോൾ അമ്മ സ്വാതി വിളിച്ചു. അവൾക്ക് നല്ല മാർക്കുണ്ടോയെന്നറിയാം. അവളാണെങ്കിൽ എല്ലാ വിഷയത്തിലും പാസ്സായിരുന്നു. വീണ്ടും എൻ്റെ കഷ്ടകാലത്തിന് സ്വാതിയുടെ അമ്മയാണ് ഫോൺ എടുത്തത്. അമ്മയാണെങ്കിൽ കട്ടക്കലിപ്പ്. അതുകൊണ്ട് തന്നെ സ്വാതിയുടെ അമ്മയോട് കുറേ ദേഷ്യപ്പെട്ടു. സ്വാതി കാരണമാണ് എനിക്ക് മാർക്ക് കുറഞ്ഞെന്ന് തുടങ്ങി. പിന്നെ വായിൽ തോന്നിയൊക്കെ പറഞ്ഞു. എൻ്റെ പൊന്നും, അവിടെ അമ്മ വിട്ടുകൊടുക്കുമോ? ഞാൻ ചേട്ടായിയുടെ കൂടെ കറങ്ങിയിടുന്ന കാരണം കൊണ്ടാണ് മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ ഇത് കേട്ടതും കാര്യം പോലും ചോദിക്കാതെ എൻ്റെ ചെകിട് നോക്കി ഒറ്റയടി. ഞാൻ ദേ കിടക്കുന്ന താഴെ. കിളി മുഴുവൻ ഒരു നിമിഷം കൊണ്ട് കൂടുവിട്ട് പറന്നുപോയി. ഞാൻ പിന്നെ അമ്മയുടെ കാല് പിടിച്ചു. സ്വാതിയുടെ അമ്മ അതൊക്കെ വെറുതെ പറഞ്ഞാണെന്ന് പറഞ്ഞു. പിന്നെ കുറേ സെൻറ്റി അടിച്ചു. ഭാഗ്യത്തിന് ഇത്തവണയും രക്ഷപ്പെട്ടു. സ്വാതിയായിട്ടുള്ള സകല കൂട്ടിയിട്ട് നിർത്താനും ഇനി അവളോട് മിണ്ടരുതെന്ന് അമ്മ കർശനം പറഞ്ഞു. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കേട്ടോ. ചേട്ടായിയുടെ കസിൻ അനിയനെ സ്വാതിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ അവളെ എൻ്റെ അമ്മയ്ക്ക് കണ്ടുകൂടാ. അവളെ എൻ്റെ കൂടെ കാണുന്നു എന്തിന് ഫോൺ വിളിക്കുന്ന പോലെ അമ്മയ്ക്ക് ദേഷ്യമാണ്. ആ സംഭവം ഒന്ന് കേട്ടടങ്ങിയതും ഞാനും സ്വാതിയും +2 സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എടുക്കാൻ ബ്രേക്ക് ടൈമിൽ പോയി. ചേട്ടായും കൂട്ടുകാരൊക്കെ ടൗണിൽ കാണും. അതുകൊണ്ട് അവളും കൂടെ വരണമെന്ന് വാശി പിടിച്ചു. കസിൻ ചെക്കനുണ്ടെങ്കിൽ സ്വാതിക്ക് അവനെ കാണാലോ, അതാണ് ഉദ്ദേശം. കോപ്പി എടുത്തിന് ഞങ്ങൾ തിരിഞ്ഞെടുക്കാൻ പോയപ്പോഴാണ് ചേട്ടായിയുടെ കസിൻ അനിയനും കൂട്ടുകാരും അടുത്തുള്ള ചായക്കടയിൽ കയറി നിന്ന് ചായ കുടിക്കുന്ന ഞാൻ കണ്ടത്. ഞാൻ ചേട്ടായി ആ കൂട്ടത്തിലുണ്ടോന്നറിയാൻ കടയിൽ കയറി ഒന്ന് ചുറ്റിനും നോക്കി. പക്ഷേ ചേട്ടായി ആ കൂട്ടത്തിൽ കണ്ടില്ല. വേറെ കുറച്ച് കൂട്ടുകാരായിരുന്നു. അതിലൊരുത്തൻ എന്നെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് അവൻ കുടിച്ചുകൊണ്ടിരുന്ന ചായ ഗ്ലാസ് നീട്ടിക്കൊണ്ട് കുടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് അവൻ്റെ ആ സംസാരം നോട്ടക്കൂടി കണ്ടിട്ട് ദേഷ്യം വന്നെങ്കിലും ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷെ സ്വാതി ആ പുള്ളിയോട് പൊട്ടിത്തെറിച്ചു. അവരെല്ലാവരും സീറ്റിൽ നിന്നിട്ട് ഞങ്ങൾക്കടുത്തേക്ക് വരുന്നുണ്ടോ. ഞാൻ സ്വാതിയുടെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് കോളേജിലേക്ക് പോയി. വൈകിട്ട് അച്ഛൻ ടൗണിൽ ചെന്നപ്പോൾ ചേട്ടായിയുടെ അച്ഛൻ ദിവാകരൻ അച്ഛൻ നടന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അച്ഛനോട് പറഞ്ഞു. എന്നിട്ട് ചേട്ടൻ്റെ മകളൊരു പാവ, പക്ഷെ അവളുടെ കൂട്ടുകാരി ആൾ ശരിയല്ല എന്നുകൂടി കൂട്ടിച്ചേർത്തു. രാത്രി വീട്ടിലെത്തിയ അച്ഛൻ എന്നെ മുറിയിലേക്ക് ഒളിപ്പിച്ചിട്ട് സ്വാതിയോട് ഇനി മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞു. അതിൽ പിന്നെ ഞാൻ സ്വാതിയുടെ വലിയ കൂട്ടില്ല, എങ്കിലും ചെറുതായി മിണ്ടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആർട്സ് ഡേ വന്നത്. ശരിക്കും പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു. ഞാൻ പ്രോഗ്രാമിനൊന്നും ചേർന്നില്ല. ക്ലാസ്സിൽ നിന്ന് എല്ലാവരും പ്രോഗ്രാം പങ്കെടുത്താൽ കാണാനാരെങ്കിലും വേണ്ടത്. എനിക്ക് എല്ലാം കണ്ട് ആസ്വദിക്കാനാണ് എപ്പോഴും ഇഷ്ടം. 5 മണിയോടുകൂടി ആർട്സ് ഡേ പരിപാടി കഴിഞ്ഞു. ഞാൻ വീട്ടിൽ ചെല്ലാൻ ഒരുപാട് വൈകും. ടൗണിൽ വെച്ച് ചേട്ടായി കണ്ടതും പകുതി ദൂരം വരെ ചേട്ടായി ബൈക്കിൽ പോയി ഇറക്കി. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ താമസിച്ചതിന് ഒരുപാട് ദേഷ്യപ്പെട്ടു. ഞാൻ ശരിക്കും പേടിച്ചു. ഞാൻ ഓർത്ത് ചേട്ടായിയുടെ ബൈക്കിൽ വന്ന പോലെ അറിഞ്ഞു കാണുമെന്നാണ്. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും ഉണ്ടായില്ല. കുളിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോൾ അമ്മ മുറിയിലേക്ക് ചായയും പലഹാരവുമായി വന്നു. കൂടെ കയ്യിലൊരു കുഞ്ഞു കവറും. ഇതിപ്പോൾ എന്തായെന്ന് ആലോചിച്ച് അത് വാങ്ങി തുറന്നു നോക്കിയപ്പോൾ ഞാൻ വണ്ടടിച്ച് നിന്നുപോയി. പുതിയൊരു സ്മാർട്ട് ഫോൺ. ഇനി താമസിക്കരുത്, ഒരു വാണിംഗും തന്ന അമ്മ പോയി. ഫോൺ കിട്ടിയ സന്തോഷത്തിൽ ആദ്യം തന്നെ ചേട്ടായെ വിളിച്ചു. കുറേ നേരം സംസാരിച്ചു. ഫോൺ കിട്ടിയാൽ പിന്നെ എപ്പോഴും ലൂഡോ കളിയും വർത്താനം പറയലൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിക്കാന്ന് എനിക്ക് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടായിയുടെ വീടിൻ്റെ അടുത്തുള്ള ഇടവിളിച്ച് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. 12 മണിക്ക് ക്ലാസ് വിട്ടിട്ട് വൈകുന്നേരം 3 മണി വരെ ആ നിൽപ്പ് നിന്നു. ഞങ്ങൾ ഓരോന്ന് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ചേട്ടായിയുടെ അമ്മ ഞങ്ങളെ കാണുന്നത്. അടുത്ത പണിക്കുള്ള അലാറം അടിച്ചു. ആദ്യം കാര്യം കേട്ടപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പിന്നെ ചേട്ടായിയുടെ അമ്മയ്ക്ക് എന്തോ ഞങ്ങളുടെ ബന്ധത്തിലൊരു താല്പര്യക്കുറവ്. ചേട്ടായിക്ക് വീട്ടിൽ കല്യാണാലോചന വരെ നോക്കി തുടങ്ങി. ആദ്യമൊക്കെ ചേട്ടായി നല്ലപോലെ എതിർത്തു. പിന്നെ ആ എതിർപ്പിന്റെ ശക്തി കുറഞ്ഞു വന്നു. പതിയെ അവോയ്ഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പലപ്പോഴും ഞാൻ ഓർത്ത് ഞാൻ നന്നായി പഠിക്കാൻ വേണ്ടിയായിരിക്കും ചേട്ടായി അകലം പാലിക്കുന്നതെന്നാണ്. കല്യാണാലോചനകൾ ദിനംപ്രതി കൂടി വന്നു. എനിക്കാകെ പേടിയായി. ചേട്ടായി എന്നെ വിട്ടുപോകുമോ എന്നുള്ള പേടി. എൻ്റെ പേടിയെക്കുറിച്ച് ചേട്ടായിയോട് പറഞ്ഞപ്പോൾ ചേട്ടായി പെട്ടെന്ന് എന്നോട് ചോദിച്ചു, ഡേ നമുക്ക് ഒളിച്ചോടിയാലോ? പെട്ടെന്നൊന്നും ചിന്തിക്കാൻ ഞാനത് സമ്മതിച്ചു. എന്തോ പെട്ടെന്ന് അങ്ങനെ പറയാൻ തോന്നി. ചേട്ടായി എന്നെ വിട്ടുപോയാലെന്ന് ആകെ പേടിയായിരുന്നു. ഞായറാഴ്ച വെളുപ്പിനെ പോയെന്ന് തീരുമാനിച്ചു. ഫോണിൽ അലാറം വെച്ചു. 2 മണിക്ക് എഴുന്നേറ്റു. ആകെ കൂടിയൊരു വെപ്രാളം. 2:30 ആയപ്പോൾ ചേട്ടായി വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഹോൺ അടിച്ചു. ഹൃദയമിടി പോലാതെ കൂടി. ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്നറിയില്ല. നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. എന്തൊക്കെയോ കുത്തി നിറച്ച ബാഗും എടുത്ത് മുറിയുടെ വാതിലിനടുത്ത് വരെ നടന്നു. പക്ഷെ ഞാൻ പോയില്ല. പോകാൻ എനിക്ക് പറ്റിയില്ല. അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തിമാർ, അങ്ങനെ എല്ലാവരെയും കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് പോവാനായില്ല. എന്നെ കാണാത്തതുകൊണ്ട് ചേട്ടായി ഫോണിൽ കുറേ വട്ടം വിളിച്ചു. ഞാൻ എടുത്തില്ല. വീണ്ടും ബൈക്കിൻ്റെ ഹോൺ മുഴക്കി. ചേട്ടായിയോട് ചെയ്ത തെറ്റാണെന്നറിയാം. പക്ഷെ ആ തെറ്റിലൊരു ശരി ഞാൻ കണ്ടു. പിന്നെ 1 മാസത്തേക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചില്ല. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഇടവഴിയിൽ ചേട്ടായി നിൽക്കുന്നു. ഞാൻ മിണ്ടാതെ എന്തിന് നോക്കുപോലും ചെയ്യാതെ മുമ്പോട്ട് നടന്നു. ചേട്ടായി എന്നെ പിന്നിൽ നിന്ന് ഒത്തിരി വിളിച്ചു. പക്ഷെ ഞാൻ നിന്നില്ല. ചേട്ടായിക്ക് ശരിക്കും ദേഷ്യം വന്നു. എൻ്റെ മുമ്പിലേക്ക് കയറി നിന്നു. എൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറാൻ പറഞ്ഞു. ഞാൻ വരില്ലെന്ന് പറഞ്ഞപ്പോൾ കരണക്കുറ്റി നോക്കിയ അടി തന്നു. സ്വർഗവും നരകവും ഒരു നിമിഷം കണ്ടു.
എന്തൊരു വേദനയായിരുന്നെന്നോ. കണ്ണിൽ കൂടി പൊന്നീച്ച പറന്നു. വേദനയും സങ്കടമൊക്കെ കൂടിയായപ്പോൾ ഞാൻ ചേട്ടായിയോട് കുറെ ചൂടായി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയിട്ട് മുറി അടച്ചിരുന്ന് ഒത്തിരി നേരം കരഞ്ഞു. ഭക്ഷണം കഴിക്കാൻ അമ്മ വിളിച്ചിട്ട് പോലും വിശപ്പില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു. വിശപ്പ് നിർത്താതെയുള്ള കരച്ചിലെല്ലാം കൂടി എനിക്ക് ഭ്രാന്തി പിടിച്ചു. തല പൊട്ടുന്ന വേദന. വീട്ടിലിരുന്നാൽ അമ്മ കണ്ടുപിടിച്ചാലോ എന്ന് പേടിച്ച് എങ്ങനെയൊക്കെയോ ക്ലാസ്സിൽ പോയി. അവിടെ ചെന്നപ്പോൾ കുറച്ച് സമാധാനം കിട്ടി. അതിനിടയ്ക്ക് സ്വാതി ചേട്ടായിയുടെ കസിനനിയന്റെ സുഖാന്വേഷണങ്ങൾ ചോദിക്കാൻ വന്നു. ഞാൻ ആദ്യമൊന്നും മിണ്ടിയില്ല. ഇനിയും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല തോന്നിയപ്പോൾ രണ്ടും കൽപ്പിച്ച് പറഞ്ഞു, എന്നെയും ചേട്ടായിയുടെയും കാര്യം അതാണ് തീരുമാനമായി. നിനക്കൊന്നും അറിയില്ല. എന്റെ വിഷമം എനിക്ക് മാത്രമേ അറിയൂ. ദൈവത്തെ ഓർത്ത് ഇപ്പം എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്. സ്വാതിക്ക് അവളുടെ സ്വന്തം കാര്യം മാത്രം. ഞാനാണെങ്കിൽ എങ്ങനെ ചേട്ടായിട്ടുള്ള വഴക്ക് മാറ്റിയെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിപ്പ്. മനസ്സിൽ സങ്കടങ്ങൾ കുത്തി നിറഞ്ഞപ്പോഴും ആരോടൊന്നും പറയാൻ പറ്റാതെ എല്ലാം ഉള്ളിൽ കൊണ്ട് നടക്കേണ്ട അവസ്ഥ. ശരിക്കും തളർന്നു പോകും. കുറച്ച് ദിവസം കഴിഞ്ഞ് ദിവാകരനച്ഛൻ വീട്ടിൽ വന്നു. അച്ഛനും ദിവാകരനച്ഛനും തമ്മിൽ നല്ലൊരു സൗഹൃദം അപ്പോഴേക്കും വളർന്നിരുന്നു. ഓരോന്ന് സംസാരിക്കുന്നതിനിടയിൽ ചേട്ടായിയുടെ കാര്യം കയറി വന്നു. ദിവാകരനച്ഛൻ ചേട്ടായിയുടെ കല്യാണം ഉറപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു നിമിഷം എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. അന്ന് ഞാൻ ക്ലാസ്സിൽ പോയില്ല. എന്തോ കഴിഞ്ഞില്ല. തലവേദന എന്ന് കള്ളം പറഞ്ഞ് വീട്ടിൽ കഴിച്ചു കൂട്ടി. എത്ര ശ്രമിച്ചിട്ടും ചേട്ടായി മറ്റൊരാളെ താലിയാർത്തുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടായി എൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് കാണണം, കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാനത് സമ്മതിച്ച് ഫോൺ വെച്ചു. പിറ്റേന്ന് ക്ലാസ് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. ക്ലാസ് വിട്ടതും ചേട്ടായിയെ വിളിച്ചു. എവിടെ വെച്ച് കാണാമെന്ന് ചോദിച്ചു. സ്ഥിരം കാണാറുള്ള ഇടവഴിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അന്ന് ഞാൻ പതിവിലും നേരത്തെ അവിടെ എത്തി. കാരണം എൻ്റെ ചേട്ടായിയെ കാണാനുള്ള ആഗ്രഹം തന്നെ. മനസ്സിനൊപ്പം കാറുകളുടെ വേഗതയും കൂടിയിരുന്നു. ചേട്ടായി വന്നിട്ട് ഞങ്ങൾ പരസ്പരം ഒന്നും മിണ്ടിയില്ല. സമയം കടന്നുപോയി. പക്ഷെ ഒരക്ഷരം പോലും വായിൽ നിന്ന് വീണില്ല. പിന്നെ ക്ഷമ നശിച്ച് ഞാൻ തന്നെ അങ്ങോട്ട് മിണ്ടി. ചേട്ടായി, അത് പിന്നെ ഞാൻ പറയാൻ വന്നപ്പോഴേക്കും ചേട്ടായി ചാടിക്കയറി പറഞ്ഞു, നമ്മൾ 2 ജാതിയാണ്. അമ്മ ഇതും പറഞ്ഞ് വീട്ടിലാകെ പ്രശ്നം. നമുക്ക് ബാക്കി ചേട്ടായി പറയാമെന്ന് എനിക്ക് ഊഹിക്കായിരുന്നു. നമുക്ക് എല്ലാവരും കൊണ്ട് നിർത്താം. പ്രതീക്ഷിച്ചതാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ വലിയ സങ്കടം തോന്നിയില്ല. പക്ഷെ ഇത്ര പെട്ടെന്ന് എല്ലാം തീരുമെന്ന് ഓർത്തില്ല. നീ ആലോചിച്ചിട്ട് പറ. ചേട്ടായി പറഞ്ഞപ്പോൾ ഞാനൊന്ന് മൂളി നേരെ വീട്ടിലേക്ക് നടന്നു. ഞാനെന്ത് മറുപടി പറയാനാണ്? മനസ്സാകെ മരവിച്ച അവസ്ഥ. ഒന്ന് അലറി കരയാൻ കൊതിച്ചുപോയി. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ചേട്ടായിയെ കണ്ടേയില്ല. അത് സത്യത്തിൽ ഒരാശ്വാസമായിരുന്നു. പിന്നീട് 2 ആഴ്ച കഴിഞ്ഞൊരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് വെച്ചാണ് ഞാൻ ചേട്ടായിയെ കാണുന്നത്. ഞാൻ കണ്ടിട്ടും കാണാത്ത പോലെ നടന്നു. ചേട്ടായി എൻ്റെ കയ്യിൽ പിടിച്ചിരുത്തിയിട്ട് ചോദിച്ചു, എന്താ നിന്റെ തീരുമാനം? പറയടി, എന്താ നിന്റെ തീരുമാനം? എനിക്കറിയണം. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇടറിയ ശബ്ദത്തോടെ ഞാൻ പറഞ്ഞു, ചേട്ടായില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ചേട്ടായില്ലെങ്കിൽ ഞാൻ മരിച്ചു. പ്ലീസ് ചേട്ടായി, എന്നെ ഒറ്റക്കാക്കി പോവല്ലേ. അപ്പോഴും കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴി. എൻ്റെ കണ്ണും നിറഞ്ഞാൽ ചേട്ടായിയുടെ ഹൃദയം പൊടിയുമെന്ന് പറഞ്ഞ ചേട്ടായി തന്നെ എന്നെ കരയിപ്പിച്ചു. പക്ഷെ ഇന്ന് എൻ്റെ കണ്ണുനീർ ചേട്ടായിൽ ഒരു ദയം ഉണർത്തിയില്ല. നിനക്കൊന്ന് നിർത്തിപ്പോയിക്കൂടെ? ബാക്കിയുള്ളവർക്ക് പണിയുണ്ടാക്കാൻ വല്ലയിടത്തും പോയി ചാവടി. നീ കാരണം എനിക്കിപ്പോൾ ഒരു സമാധാനമില്ല. അത്രയും കടുപ്പിച്ച് പറഞ്ഞ് ചേട്ടായി എന്നെ പിന്നോട്ട് തള്ളി ബൈക്ക് സ്റ്റാർട്ടാക്കി പോയി. അപ്പോഴും എൻ്റെ കണ്ണുകൾ തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പതിയെ കണ്ണുകൾ തുടച്ച് വീട്ടിലേക്ക് നടന്നു. എന്ത് ചെയ്യണം, ആരോട് പറയണമെന്നൊന്നും അറിയില്ല. തലയിണ കെട്ടിപ്പിടിച്ച് മുഖം പൊഴുത്തി ഒരുപാട് കരഞ്ഞു. 2-3 ആഴ്ച 4 ചുമരിനോട് ഞാൻ എൻ്റെ പരിഭവങ്ങൾ പറഞ്ഞു തീർത്തു. എക്സാം ഡേറ്റ് അടുത്തു വന്നുകൊണ്ട് ബാക്കിയൊക്കെ മനസ്സിൽ നിന്നും മായ്ച്ച് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. എന്തോ വല്ലാതെ ഒറ്റക്കായതുപോലെ. ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നുവെങ്കിൽ, സാരമില്ലെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ. എല്ലാവരും സ്വപ്നം മാത്രമാണ്. ആരും വരില്ല, ആരും ആശ്വസിപ്പിക്കില്ല. അറിയാം, എങ്കിലും വെറുതെ കൊതിച്ചു. ചേട്ടായി അവസാനം പറഞ്ഞ വാക്കുകൾ മനസ്സിൽ മായാതെ കിടന്നു. പിന്നീട് അങ്ങോട്ട് പലപ്പോഴായി പലതവണ ചേട്ടായിയെ കണ്ടിട്ടുണ്ട്. സംസാരിക്കാൻ കൊതിച്ച് അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്നെ ഒന്ന് നോക്കുകൂടി ചെയ്യാതെ ബൈക്ക് സ്റ്റാർട്ടാക്കി പോകും. എന്തോ ചേട്ടായിയുടെ അവഗണന എനിക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. ചേട്ടായിക്ക് ഞാൻ സമാധാനം കൊടുക്കുന്നില്ല പോലും. ഞാനെന്തിനാ ചേട്ടായിയുടെ സമാധാനം കെടുത്തുന്നേ? ഞാനല്ലേ എല്ലാവർക്കും ശല്യം. ഞാനില്ലാതെ എല്ലാവർക്കും സന്തോഷമാവുമല്ലോ. പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ അച്ഛൻ്റെ മുറിയിൽ പോയി ഗുളികയെടുത്ത് 5 എണ്ണം ഒരുമിച്ച് കഴിച്ചു, മരിക്കാൻ വേണ്ടി തന്നെ. സത്യം പറഞ്ഞാൽ ചേട്ടായി പറഞ്ഞ ഒറ്റ വാക്കിൻ്റെ മേലാണ് ഞാൻ ഗുളികയെടുത്ത് കഴിച്ചത്. ആ നിമിഷം ഞാൻ എൻ്റെ അച്ഛനെ പറ്റിയോ അമ്മയെ പറ്റിയോ പോലും ഓർത്തില്ല. ചേട്ടായി പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നപ്പോൾ മനസ്സിൽ ആളിക്കത്തിയത്. വിഡ്ഢിയാണ് ഞാൻ. ശരീരമാകെ തളരുന്ന പോലെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് വീണ് 2 കഷ്ണമായി. കണ്ണുകൾ അടഞ്ഞു. പതിയെ എൻ്റെ ബോധം നശിച്ചു. അല്പസമയം കഴിഞ്ഞ് മുറിയിലേക്ക് വന്ന അമ്മ എത്ര തട്ടി വിളിച്ചിട്ടും ഞാൻ എഴുന്നേൽക്കാതെ വന്നപ്പോൾ അമ്മ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് എൻ്റെ മുഖത്തേക്ക് കോരി ഒഴിച്ചു. എങ്ങനെയൊക്കെയോ കണ്ണുകൾ പതിയെ തുറന്നു. തല പെരുക്കുന്ന പോലെ. ഒന്ന് കുളിച്ചാലെല്ലാം ശരിയാവുമെന്നോർത്ത് കട്ടിലിൽ നിന്നിറങ്ങി. ഡ്രസ്സ് എടുക്കാൻ ഷെൽഫിനടുത്തേക്ക് നടന്നു. പെട്ടെന്ന് തല ഇറങ്ങുന്ന പോലെ തോന്നി. ഡോറിൽ പിടിച്ചു നിന്നു. പക്ഷെ എൻ്റെ കൈയുടെ ബലം കുറഞ്ഞു. ഞാൻ നിലത്തേക്ക് ബോധമറ്റ് വീണു. കണ്ണു തുറക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലാണ്. എന്താണ് എനിക്ക് സംഭവിച്ചത്?
ഞാനിത് എവിടെയാണ്? എല്ലാം മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. ഡോക്ടറുടെ മുറിയിലിരിക്കുമ്പോൾ ഒരു കുറ്റവാളിയെ പോലെ ഞാൻ തലകുനിച്ചിരുന്നു. മോളെ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ജീവിതമാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതൊക്കെ പോസിറ്റീവായിട്ട് മാത്രം എടുക്കണം. ഇനി ഇങ്ങനത്തെ മണ്ടത്തിനൊന്നും കാണിക്കില്ല കേട്ടോ. മരിക്കാൻ കാണിച്ച ധൈര്യത്തിൻ്റെ 100-1 മതി ജീവിക്കാൻ. ഡോക്ടർ അങ്കിൾ പറഞ്ഞതിന് മറുപടി എന്നോടെ ഞാൻ തലയാട്ടി. ഓട്ടോ വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഞാൻ അമ്മയുടെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു. അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ല. പോകുന്ന വഴിക്ക് ദിവാകരൻ അച്ഛനെ കണ്ടു. മോൾക്കെന്ത് പറ്റി? ഭക്ഷണം കഴിക്കാതെ വന്നപ്പോൾ അവൾക്കൊന്ന് തലയിറങ്ങി. പിന്നെ ചെറിയൊരു പനിക്കോളും എന്ന് പറഞ്ഞ അച്ഛൻ ഓട്ടോയിൽ കയറി. സ്വാതിയായുള്ള കൂട്ടത്തിൽ പിന്നെ പ്രിയാണ് എനിക്ക് കൂട്ട്. അവളുടെ വീട് ചേട്ടായിയുടെ വീടിനടുത്താണ്. അവളോട് അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതിൻ്റെ പരിഭവം പറയാനായിട്ടാണ് അവൾ വിളിച്ചത്. ഡീ, നിനക്കെന്താ ഭ്രാന്താണോ? പ്രിയാണ്. ഡീ, നീ ഒന്നും പറയണ്ട. ഇനി ഇങ്ങനെ വല്ലതും ചെയ്താലേ ഞാൻ തന്നെ നിന്നെ പരലോകത്തേക്ക് അയക്കും, നോയിക്കോ. അതിന് മറുപടി എന്നോടെ ഞാൻ ചിരിച്ചു. നീ കിടന്നു, ഞാൻ പിന്നെ വിളിക്കാം. അതും പറഞ്ഞ അവൾ ഫോൺ വെച്ചതും ചേട്ടായിയുടെ കോളിനെ തേടിയെത്തി. എന്തോരം പ്രതീക്ഷകളായിരുന്നു. എല്ലാം പോയി. മോളെ, അമ്മയുടെ ആ വിളിയാണ് എന്നെ ചിന്തകളിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നു. വാ, കഴിക്ക്. ഞാൻ അനുസരണയുള്ള കുട്ടിയെ പോലെ അമ്മ വാരിത്തന്ന ഓരോരുളയും കഴിച്ചു. അപ്പോഴും ചങ്ക് പൊട്ടിപ്പോകുന്ന വേദനയായിരുന്നു മനസ്സിൽ. ചേട്ടായി പറഞ്ഞ വാക്കുകൾ. അതെ, ഞാൻ മരിച്ചാൽ ചേട്ടായിക്ക് ഒരു നഷ്ടവുമില്ല. പിന്നെ സ്റ്റഡി ലീവായതും ഞാൻ അമ്മ വീട്ടിൽ പോയി നിന്നു. ചേട്ടായിയെ മറക്കാൻ ഒരു പാഴ് ശ്രമമെന്നോണം. പിന്നെ എക്സാം എങ്ങനെയെങ്കിലും എഴുതി പാസ്സാവണമെന്ന ചിന്തയായി മനസ്സിൽ. മാർച്ച് ആയപ്പോൾ കോളേജൊക്കെയും കോവിഡ് കാരണം അടച്ചുപൂട്ടി. പിന്നെ വീട്ടിൽ തന്നെ. ചേട്ടായിയുടെ ശബ്ദം കേൾക്കാൻ ഒരാഗ്രഹം. ഫോണെടുത്ത് ചേട്ടായിയെ വിളിച്ചു. പക്ഷേ ഫോണെടുത്ത് ചേട്ടായിയുടെ അമ്മയായിരുന്നു. പെട്ടെന്ന് തോന്നിയൊരു കള്ളം തട്ടിവിട്ടു. അമ്മേ, സോറി, നമ്പർ മാറിയതാ. പക്ഷേ ചേട്ടായിയുടെ അമ്മയുടെ വിടുന്നോ? ഡീ, നീ ഒറ്റരുത്തി കാരണം എന്റെ മോന്റെ കല്യാണം നടക്കാത്ത. നീ നിങ്ങളുടെ പഴയ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നടക്കൂലേ നാട്ടിൽ. അതുകൊണ്ടാടി എന്റെ മോന്റെ കല്യാണം പോലും നടക്കാത്ത. അങ്ങനെ വായിൽ തോന്നിയൊക്കെ ചേട്ടായിയുടെ അമ്മ പറഞ്ഞു. ഇനിയൊന്നും കേൾക്കാൻ ത്രാണിയില്ല. ഞാൻ ഫോൺ വെച്ചു. അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമല്ല. ഞാൻ ആരോടൊന്നും പറഞ്ഞു നടന്നിട്ടില്ല. 8 മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് കൊറോണ വന്നു. അനിയത്തിമാർക്ക് വന്നില്ല. പിന്നെ വീട്ടിൽ തന്നെയായിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ അച്ഛമ്മ മരിച്ചു. 2 ദിവസത്തിന് ശേഷം ചേട്ടാ എൻ്റെ ഫോണിലേക്ക് വിളിച്ചു. പക്ഷെ ആദ്യമൊന്നും ഞാൻ കോൾ എടുത്തില്ല. എന്നെ തന്നെയാണോ വിളിച്ചതെന്ന് അറിയണമല്ലോ. പിന്നെ 2 പ്രാവശ്യം വിളിച്ചു. അവസാനത്തെ റിങ്ങിൽ ഞാൻ കോൾ എടുത്തു. അസുഖമൊക്കെ കുറഞ്ഞോ? ടെൻഷനൊന്നും വേണ്ട, വേഗം മാറിക്കോളും കേട്ടോ എന്നൊക്കെ ചേട്ടായി പറഞ്ഞപ്പോൾ എന്തോ ചെറിയൊരു സന്തോഷം തോന്നി. ഒന്നുമില്ലെങ്കിൽ അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ വിളിക്കാൻ തോന്നിയില്ലോ എന്ന് ഓർത്തിട്ട്. ഇതിനിടയ്ക്ക് ഒരു ദിവസം ചേട്ടായിയുടെ ഒരു കൂട്ടുകാരൻ, അന്ന് ചായക്കടയിൽ ഉണ്ടായിരുന്ന കൂട്ടത്തിൽ ചേട്ടനോട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാനും ചേട്ടായും തമ്മിൽ ഇഷ്ടത്തിലായിരുന്ന കാര്യമൊന്നും ഈ ചേട്ടനറിയില്ല. ഞാൻ ആ ചേട്ടനോട് അപ്പോഴൊന്നും പറഞ്ഞില്ല ഇഷ്ടമാണെന്നോ അല്ലെന്നോ എന്നും. ഈ സംഭവത്തിന് ശേഷം 4-5 ദിവസമായി ചേട്ടായി അടുപ്പിച്ച് വിളിക്കുന്നുണ്ട്. പലപ്പോഴും കോൾ വരുന്ന കാണുന്നുണ്ടെങ്കിൽ കൂടി എടുക്കാറില്ല. ഒരു തവണ കോൾ എടുത്തു. എന്തിനാ വിളിച്ചത്? 2 കൽപ്പിച്ച് ഞാൻ ചോദിച്ചു. അത് എനിക്ക് നീലാ ജീവിക്കാൻ പറ്റില്ല. ഇതുപോലെ പണ്ട് ഞാൻ ചേട്ടായിയുടെ കാല് പിടിച്ച് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഒന്നല്ല, 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ഒറ്റക്കാക്കി പോവല്ലേന്ന്. പക്ഷെ അന്ന് എന്നെ പട്ടിയെ പോലെ ആട്ടിപ്പായിച്ചു. ഇനിയൊരു പരീക്ഷണത്തിന് ഇന്ന് തരാൻ എനിക്ക് കഴിയില്ല. ഞാൻ ചേട്ടായിയുടെ നമ്പർ വാട്സാപ്പിൽ ബ്ലോക്കാക്കി. പിന്നെ കോണ്ടാക്റ്റിലും ബ്ലോക്ക് ചെയ്തു. ഹൃദയം നുറുങ്ങുന്ന വേദനയിലും മനസ്സിലെവിടെയോ ഒരു ആശ്വാസമുണ്ടായിരുന്നു. ഇനി എൻ്റെ മനസ്സിനെ ഞാനും പറഞ്ഞു പഠിപ്പിക്കും. ഈ ബന്ധം ഇവിടെ അവസാനിച്ചു. യെസ്, ഐ ബ്രേക്ക് അപ്പ്.